പറഞ്ഞ് കുടുംബശ്രീന്ന് ഒരു പൈസ എടുത്തിട്ടുണ്ട് എന്റെ അടുത്ത്, നിങ്ങൾ ഇതിനെ ബേജാറാന്ന് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നല്ലോണം പഠിക്കുന്ന മോനേനുവേ മേടിച്ചു കൊടുത്ത് കേട്ടാ. നല്ല ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തിന്. അന്ന് മുതൽ അവന്റെ തല കുത്തോട്ടാ, പിന്നെ നീർന്നിട്ടില്ല. കളിയില്ല, ചിരിയില്ല, വർത്താനമില്ല. ഇപ്പൊ എന്നെ കാണുന്നില്ല ഒരു ദേശങ്ങള്. മിഞ്ഞാന്ന് വൈകുന്നേരം ആടിപ്പഞ്ഞിട്ടാ പോലും വീട്ടിൽ വന്നിന്. ഓക്കത് കണ്ടപ്പാട് ദേഷ്യം വന്നിന്. എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഒലക്കേല കൂട്ടാൻ ടെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് മുടച്ചിട്ട ഫോണില്ലേ ഒറ്റ ഏറിനാ നിരത്തെറിഞ്ഞ് പൊട്ടിച്ചളഞ്ഞേ. രാത്രി ഞാൻ നേരം പോയിട്ട് വീട്ടിലെത്തുമ്പോ ഇത് കേട്ട വളർക്ക് ദേഷ്യം വന്നു. ഞാനൊരു അടി കൊടുത്തിന്. തെറ്റാ നിങ്ങൾ പറ. നമ്മളെ മക്കള് നന്നാവാൻ വേണ്ടിട്ട് ഒരു അടി കൊടുത്ത് തെറ്റാ? അപ്പോഴേക്ക് അപ്പാടങ്ങ് ഇറങ്ങി പോവാണ്ട് നിങ്ങള്. നമ്മളെന്തെല്ലാം കഷ്ടപ്പാട് പെട്ടിട്ടാണ് പൊട്ടത്തിന് അപ്പാടങ്ങ് ഇറങ്ങി പോവാണ്ട്. അതിന് വേണ്ടിട്ട് അവര് പൊട്ടി. ഓള് പറയസായി പറയുന്നു ചെക്കന്റെ പോക്ക് ശരിയില്ല, ചെക്കന്റെ കോട്ടുകെട്ട് ശരിയില്ല, നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞു. അന്നേരത്ത് ഞാനെന്നാ പറയാന്നറിയാം, ആമ്പിള്ളേരല്ലേ ഇവിടെ ആമ്പിള്ളേരല്ലേ അങ്ങനെയെല്ലാം ഉണ്ടാവുന്ന പറ്റ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കുക അല്ലേ? എന്തേ നിങ്ങളെന്താ പറഞ്ഞേ? എന്തേ ശരിയാക്കാന്നാ മിണ്ടരുതാ വാക്ക്. ശരിയാക്കാം. കീശന്ന് പൈസ പോകുമ്പോ ഓളെ ബാഗിൽ നിന്ന് പൈസ പോകുമ്പോ ആലക്കത്തെ വീട്ടിൽ നല്ല കളവ് പോകുമ്പോ പറഞ്ഞ് ശരിയാക്കാന്ന്. ഇപ്പൊ നിങ്ങളും പറയുന്നു ശരിയാവുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു കേട്ടാ. നമ്മളെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ് അറിഞ്ഞിനാ നിങ്ങളെല്ലാരും. ഓർക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, കളറൊന്നുമില്ല പറയുന്നത്. നമ്മുടെ ഇടവഴിയിലടക്കം അവരെത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ വിചാരിച്ച് അന്റെ മോനൊന്നും തെറ്റ് പറ്റൂല അല്ലേ? നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? നമ്മളെ മക്കൾക്കൊന്നും തെറ്റ് പറ്റൂല എന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? വിചാരിക്കണ്ട കേട്ടാ, വിചാരിക്കണ്ട. നമ്മളെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന്. അരക്കന്നെ മോനെ വേണം. ഞാൻ ഓനെ അന്വേഷിക്കാതെ സ്ഥലമൊന്നുമില്ല. നമ്മളെ മീൻ വെക്കുന്ന ജാതർക്കുണ്ട്, മറ്റേ അപ്പുറമുള്ള ബീച്ചിനടുക്കുള്ള ഓർക്കുണ്ട് ഒറ്റമ്മയെ അസ്കറ, ഓനെ അടുത്ത ചങ്ങായി. പക്ഷെങ്കില് ഞാൻ ആ വീട്ടിലിപ്പം പോയിട്ടാ വരുന്നത്. അവിടെ എത്തി നോക്കുമ്പോ ആ ഉപ്പി ഉമ്മി ഒരേ കച്ചലാണ്. ആ മോനും അങ്ങനെ തന്നെയാ പോലും. പക്ഷെങ്കില് ആ വീട്ടിന്റെ കോനായിക്ക് നിനക്കൊരു സാധനം കിട്ടി കേട്ടോ. അന്ന മോന്റെ ഈ ബാഗ് ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരില്ലാണ്ട് എനിക്ക് നടക്കില്ല. എന്താ ചെയ്യാ? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു കേട്ടാ. നമ്മുടെ മക്കളിൽ എപ്പോഴും നമ്മളുണ്ടാ, നമ്മുടെ നാടുണ്ടാ, നമ്മുടെ രാജ്യം ഉണ്ടാ. നമ്മുടെ രാജ്യത്തിന്റെ നട്ടലില്ല നമ്മുടെ കുട്ടികൾ. നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം തരാൻ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാ? നമ്മളെ പീഡിയക്കാരൻ നാണുമായിട്ടുണ്ട് സാറേ. ഓർക്ക് ഒറ്റ മോനാ. ഓൻ 1ാം ക്ലാസ് മുതൽ എല്ലാത്തിനും ഫസ്റ്റ് ആയിട്ട്, എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഓനെ ഹോസ്റ്റലിൽ നിന്നിട്ട് വരുമ്പോൾ പഠിച്ചിട്ട് ആടുന്ന പിള്ളേർ എന്തോ കൊടുത്തെന്നാ പറയുന്നത്. എന്തോ കുത്തിമുക്ക് എന്തോ ചെയ്തെന്നാ പറയുന്നത്. അന്നേരം മുതൽ പിരാന്തനാ, നട്ടപ്പിരാന്തേ. നമ്മളെ മക്കളെന്തെങ്കിലും തെറ്റിയതായിരിക്കും സഹിക്കാൻ പറ്റുമോ? നാണക്കെടലും വിചാരിച്ച് ഓനെ അങ്ങ് കൂട്ടി വന്ന് റൂമിലിട്ടിട്ട് അങ്ങ് കൂട്ടി. അന്ന് രാത്രി ഒരേ ഒച്ചപ്പാടെന്നാ പറയുന്നത്. പിറ്റേന്ന് രാവിലെ ഓന്റെ അമ്മ രമണിയേച്ച് ചായ കൊടുക്കാൻ വേണ്ടി വാതിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്നാന്ന് അറിയാം. ഇങ്ങനെ മാന്തിപ്പൊളിച്ച് കണ്ണും കുറിച്ച് ഉടുതുടിയില്ലാതെ ചോരി ഒലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. അന്നേരം കിടന്നേ എന്റെ അമ്മ രമണിയേച്ച് പിന്നെ എണീച്ചിട്ടില്ല കേട്ടാ. സാറേ ഞാനൊരു കാര്യം തീരുമാനിച്ചേ, അന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും. അന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും. മോനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പക്ഷേങ്കിൽ നമ്മളെ നാടിനെ ഇല്ലാണ്ടാക്കുന്ന, നമ്മളെ തലമുറനെ ഇല്ലാണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിടാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവൂലേ? എല്ലാവരും കൂടെ ഉണ്ടായില്ലേ? നമുക്ക് കൊറോണയിലെല്ലാം തുരത്തിയ പോലെ ഒറ്റക്കെട്ടായി നിന്നാലേ ഈ കാട്ടുകള്ളന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി അറിയാൻ പറ്റൂ. ആരും കടം കെട്ടാ അനക്കെന്നെ മോനെ വേണം. അന്നെ വിളിച്ചടക്കി കൊടുക്കണം ഒറ്റ ഓനില്ലാണ്ട് നടക്കൂല.
നോക്കണം കേട്ടാ. കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കണം. നമ്മളെ മക്കളില്ല, പിന്നെ നമ്മളില്ല, നമ്മുടെ നാടില്ല. വിടാൻ പറ്റൂല. എല്ലാരും ഉണ്ടാവൂലേ? എല്ലാരും ഉണ്ടാവൂലേ? മാത്രം കേട്ടാ മതി കേട്ടാ. ഞാനൊന്ന് അപ്പുറം കൂടി അന്വേഷിച്ച് നോക്കട്ടെ. നിങ്ങളെ പരിപാടി കൊളാക്കാൻ